Hello everyone, welcome back to my channel. This is Venma. ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി, ഒരു അനിയത്തി കുട്ടി എന്നോടൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഇഷ്യൂവിനെ പറ്റി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുത്തിരുന്നു. എങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രഗ്നൻസി ഡെലിവറി സീരീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് കൂടായിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരുപാട് നീട്ടി വലിച്ച് എഴുതി ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് സബ്സ്ക്രൈബേഴ്സ് കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ഡൗട്ട് ചോദിക്കുന്നത്. ഞാനത് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് ഒരുപാട് ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ യൂസ്ഫുള്ളായി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നും. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് പറയുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞായിരുന്നു. ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷം. കുട്ടിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്ന കമൻറ്റ് ഇതായിരുന്നു: ചേച്ചി, എൻ്റെ ഇരുനിറമാണ്, എനിക്ക് പറ്റിയൊരു ക്രീം പറഞ്ഞു തരാമോ? ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ച് കറുത്ത പാടുകൾ വന്നിട്ടുണ്ട്, അത് മാറാനും പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ക്രീം കഴുത്തിലെ കറുപ്പ് മാറാനും പറഞ്ഞു കൊടുക്കാമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഡെലിവറി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഒരുപാട് കറുത്ത പാടുകൾ വരികയും മുഖത്തെല്ലാം പിമ്പിൾസ് വരികയും കറുത്ത പാടുകളായിട്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പരിധി വരെ ഞാൻ കെയർ ചെയ്ത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ആളുടെ സ്കിന്നും കുറച്ച് ഓയിലിയും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്, എൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, എന്തായാലും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിലായാലും നമ്മുടെ കഴുത്തിലായിട്ട് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അയണും പോലുള്ള ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റായിട്ട് നമുക്കിത് ഉണ്ടാകും, ആഫ്റ്റർ എഫക്റ്റായിട്ട് നമുക്കുണ്ടാകും. കഴുത്തിൽ കറുപ്പ് വരികയും ഫേസിൽ പിമ്പിൾസോ അല്ലെങ്കിൽ മാർക്സ് ഒക്കെ വരികയും ചെയ്യും. അപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് 3 മന്തോടുകൂടിയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നോർമലായിട്ട് വരും. നോർമലായിട്ട് വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ കെയർ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് കഴുത്തിലെ കറുപ്പ് മാറാനായിട്ട് നമ്മളൊരു ഓർഗാനിക് അലോവേര ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന അലോവേര ജെല്ല് കിട്ടുവാണെങ്കിൽ അത് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റായിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും വീട്ടിൽ അലോവേര ജെൽ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ മാക്സിമം നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെടികൾ വിൽക്കുന്ന കടയിൽ പോയിട്ടായാലും ചോദിച്ചു നോക്കുക. അപ്പോൾ അവിടെ നിന്ന് കിട്ടും. ഇപ്പം ഞാനിവിടെ എറണാകുളത്തു നിന്നാണ് വാങ്ങിച്ചത്. എറണാകുളത്തൊരു സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നൊരു റോഡ്, അവിടെ ഒരു പൊന്നുരുന്നിയിലൊരു ഷോപ്പുണ്ട്. അവിടെ ഒരുപാട് വലിയ അലോവേര കിട്ടും. അത്യാവശ്യം നല്ല വലിയ അലോവേര കിട്ടും. അതിന് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വില കുറച്ച് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടും. ചില സ്ഥലങ്ങളൊക്കെ ചെറിയ ചെടിയാണെങ്കിൽ പോലും 100 രൂപയൊക്കെ അവർ മേടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എവിടെയെന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ വളർത്തി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സൗന്ദര്യയുടെ അലോവേര ജെൽ. ഇത് പതഞ്ജലി സൗന്ദര്യയുടെ അലോവേര ജെല്ലാണ് കേട്ടോ. ഇത് ഒത്തിരി നല്ല കേട്ടോ. ഞാൻ പതഞ്ജലിയുടെ വേറെ പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് ഈ സൗന്ദര്യ ജെൽ യൂസ് ചെയ്തിട്ട് ഒരുപാട് നല്ല റിസൾട്ട് തോന്നി. ഒരുപാട് പേരിങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അലോവേര ജെൽ നല്ലതാണെന്ന്. ഞാനിതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പതഞ്ജലിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതായാലും നമ്മളുടെ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് രാവിലെ ആയാലും വൈകിട്ടായാലും നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് അത് ഡ്രൈ ആക്കി കൊടുക്കുക. ഇങ്ങനെ നിത്യേന ചെയ്യുമ്പം നമ്മുടെ കഴുത്തിലെ പാടുകളൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. പിന്നെ ഫേസിലായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം, ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യുമായിരുന്നു. ഫേസ് വാഷ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതുപോലെ തന്നെ സോപ്പ് ഒരു കാരണവശാലും നമ്മുടെ ഫേസിലിടരുത്, അതത്ര നല്ലതല്ല. ഫേസ് വാഷ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് വീട്ടിൽ തന്നെ ഫേസ് വാഷ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുറച്ച് ഓയിലും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം ഞാൻ ഓട്സ് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രൈ സ്കിന്നുകാർക്കാണ് എപ്പോഴും ഓട്സ് പൗഡർ നല്ലത്. ഓയിലി സ്കിന്നുകാർക്ക് നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയർ പൊടിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ മിക്സ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓട്സും ചെറുപയറും കൂടി എടുക്കാം. പിന്നെ കുറച്ച് കടലമാവ്, മുൾട്ടാണിമിട്ടി നമ്മുടെ ഷോപ്പിലെല്ലാം മേടിക്കാൻ കിട്ടും. അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ചെയ്യും. ഓയിലി ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് മുൾട്ടാണിമിട്ടി. ഇതെല്ലാം ഒരേ അളവിലെടുക്കുക. ഓട്സ് കുറച്ച് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുപയർ കുറച്ച് പൊടിച്ചെടുക്കുക, കടലമാവ് അതേ അളവിലെടുക്കുക,
മുൾട്ടാണി മിട്ടി അതേ അളവിലെടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഡെപ്പിക്കകത്താക്കിയിട്ട് നമ്മൾ ബാത്റൂമിലോ നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തോ കൊണ്ട് വെച്ചേക്കാം. നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം ഇതിൽ കുറച്ച് പൗഡർ നമ്മുടെ കയ്യിലേക്ക് ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി എല്ലാ ദിവസവും സ്ക്രബ് ചെയ്ത് കേട്ടോ. ഒരു ആഴ്ചയിൽ ഒരു തവണയൊക്കെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം. അതല്ലെങ്കിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് പിന്നെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അലോവേര ജെല്ല്, നമുക്കിപ്പം ഓർഗാനിക് അലോവേര ജെല്ല് കിട്ടുവാണെങ്കിൽ ഒരില എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിൽ നിന്ന് കുറച്ച് മുറിച്ചെടുക്കാം. കുറച്ച് മുറിച്ചെടുത്തിട്ട് നമുക്കത് വല്ലോ നൈഫ് കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ അതിൻ്റെ ആ ഒരു മോൾ ഭാഗത്തെ ഒരു സ്കിൻ അങ്ങ് മാറ്റിയിട്ട് അകത്തെ ജെല്ല് കിട്ടുമല്ലോ, അത് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പാടുകളും ഈ കഴുത്തിൽ ഇത് കറുപ്പൊക്കെ മാറാനായിട്ട് ഇത് 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ സ്കിൻ പോലെ ആകുമെന്നാണ് പറയുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരുപാട് അങ്ങ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സ്കിന്നെ പിടിപ്പിക്കുകയൊന്നും വേണ്ട. ഇത്രയും ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഉള്ളൊരു ചോദ്യമായിരുന്നു നല്ലൊരു പറ്റിയൊരു ക്രീം, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ക്രീം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടിയുടെ BB ക്രീമായിരുന്നു യൂസ് ചെയ്തത്. എനിക്ക് അന്നൊക്കെ ഭയങ്കര നന്നായിട്ട് തോന്നിയായിരുന്നു. അതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെ കുറേ കാലം കൂടെ കഴിഞ്ഞ് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാണോ നടത്തില്ല, എനിക്കത് പിന്നെ ഇട്ട് കഴിയുമ്പോൾ എനിക്കത് മാച്ചാകാത്ത പോലെ തോന്നി. കാരണം അവിടെ എവിടെയും വെള്ള പൊട്ട് പോലെ പാണ്ട് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നി. അപ്പം ഞാനത് മാറ്റിയായിരുന്നു. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഇങ്ങനെ കാണിച്ചാൽ കാണത്തില്ല. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. ഇത് ലാക്മേയുടെ 04ൻ്റെ ഗോൾഡൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ക്രീമാണിത്. ഇത് ഡെയിലി ബേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഞാനിത് ഞാൻ ഡയറക്റ്റായിട്ട് ഒന്നും സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കത്തില്ല. ഞാൻ ഈ അലോവേര ജെല്ല് പ്രൈമറായിട്ട് യൂസ് ചെയ്യും. ജസ്റ്റ് ആദ്യം കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ക്രീം എടുക്കും. ഈ ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കഴുത്തിലും എല്ലാം ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിലും ഒക്കെ അതെടുക്കുക, ഇല്ല എങ്കിൽ കുഴപ്പമില്ല, കൈ കൊണ്ട്. ഇത് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും കേട്ടോ. നമ്മുടെ BB ക്രീമൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വലിച്ചെടുക്കേണ്ടതായിട്ട് തോന്നും. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, തൊട്ടാൽ തന്നെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു ടൈപ്പ് ക്രീമാണിത്. അപ്പോൾ ഇതിട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെർഫെക്ഷനായിട്ട് കിട്ടും. പിന്നെ ഒരു പൗഡർ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ, ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. അതല്ല ഈ ക്രീം മാത്രം ചെയ്യണമെങ്കിൽ അതങ്ങനെ തന്നെയായിട്ട് നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ ആ മേക്കപ്പ് ഒരു ലുക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് ലാക്മേയുടെ 925ൻ്റെ കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് പ്രൈമർ പ്ലസ് മാറ്റ് പൗഡർ ഫൗണ്ടേഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കാര്യങ്ങൾ സൗന്ദര്യാലോചന എല്ലാ കടകളിലും അവൈലബിൾ ആണ്. ഇതും കിട്ടുന്നില്ല എങ്കിൽ ഓൺലൈൻ മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് 3ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിത എന്ന് പറയുന്ന കുട്ടിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഡെയിലി നമ്മൾക്ക് യൂസ് ചെയ്യാം, പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാം. ഇത് ഒരു മീഡിയം കളർ തൊട്ടിട്ട് ഒരു അത്യാവശ്യം വൈറ്റ് കളർ വരെയുള്ള ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർക്ക് ഈ ഷെയ്ഡ് ചേരില്ല. അല്ലാതെ അത്യാവശ്യം വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഈ ഷെയ്ഡ് പോകും കേട്ടോ. 04 എന്ന് പറയുന്ന ഷെയ്ഡ് പോകും. അപ്പം ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതല്ല നിങ്ങൾക്ക് ആർക്കായാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പം നിതയുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിത ഒന്നും പേടിക്കേണ്ട, ഈ ക്രീം യൂസ് ചെയ്തോ കേട്ടോ, ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. പറ്റുവാണെങ്കിൽ അലോവേര ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ക്രീം ഇട്ട് കൊടുക്കുക, കോമ്പാക്ട് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കണ്ണെഴുതുക, ലിപ്സ്റ്റിക് ഇടുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ. ഇതൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ക്രീം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഡെലിവറി കഴിയാത്തതായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാവുന്ന ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ. Subscribe now and press the bell icon. Never miss an update.